ഫ്രണ്ട്സ്, ഞാനിന്ന് എൻ്റെ വീട്ടിലത്തെ എൻ്റെ അല്ല എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലത്തെ മീനുകളെയാണ് കാണിച്ചു തരാൻ പോണത്. അവൻ്റെ വീട്ടിൽ ഗപ്പിയുണ്ട്. ഇതുണ്ട്. ഗപ്പിയുടെ കാര്യം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ സക്കറിൻ്റെ കാര്യമാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് മച്ചന്മാരെ എൻ്റെ വീട്ടിലത്തെ സക്കറ്. കുഞ്ഞിതാണ്. ഇതിനെ ഫസ്റ്റ് തന്നെ ഒരു 40 രൂപയ്ക്കായിരുന്നു വാങ്ങിച്ചിരുന്നത്. പിന്നെ ഇതിനെക്കാട്ടും പൊടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിന് നല്ല പ്രോട്ടീനും ഇതൊക്കെ കൊടുത്തിട്ട് പിന്നെ പൂപ്പലൊക്കെ കൊടുത്തിട്ട് ഇതിനെ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിപ്പം വയ്ക്കുന്നതാണ്. ഇവൻ പറഞ്ഞുതരും എത്ര വലിപ്പം വയ്ക്കുന്നത്. ഇത് കണ്ടോ, ഇതെന്റെ ഈ കയ്യില് ഈ വലിപ്പം വയ്ക്കും ഈ സക്കറ്. നിങ്ങൾ ഗപ്പീനെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ഇതിനെ ഒരെണ്ണത്തിനെ ഇടുന്നത് നല്ലതാണ്. പിന്നെ ഇപ്പൊ കടയില് എന്തിട്ടായിരുന്നു ഒരു ഒച്ചു പോലത്തെ ഒരു ആപ്പിൾ സ്നെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കടയിലൊരു ഇത് വരുന്നുണ്ട്. അത് എന്ന് പറയുന്നത് അത് എല്ലാ പൂപ്പലും തിന്നും. പക്ഷെ ഇതുങ്ങളുടെ വേസ്റ്റ് ഒന്നും തിന്നില്ല. ഇതും വേസ്റ്റ് തിന്നില്ല. എന്നാലും ആൽഗയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇത് വെടുപ്പാക്കി കഴിക്കും. അത്രയൊക്കെ. പിന്നെ ഇതിന് നമ്മള് ഗപ്പിക്ക് തിന്നാണ്ട് കൊടുക്കണ മറ്റേന്തിട്ട് പറയാ പല്ലറ്റ് ഫുഡില്ലേ, അത് തിന്നിട്ട് നിങ്ങൾ തിന്നിട്ട് കുറേ അടിയിൽ വരികയാണെങ്കിൽ നിങ്ങളത് കഴിക്കും. അപ്പം അത്രയൊക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ ഇതിന് ഗപ്പിയുടെ ടാങ്കിലിടരുത്. ചിലപ്പോൾ എനിക്കറിയില്ല, ചിലപ്പോൾ ഗപ്പിനെ കഴിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നിങ്ങൾ വലിയൊരു ടാങ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിടുക. അത്ര. പിന്നെ എന്നിട്ട് പറയാ, പിന്നെ ഇതിലെന്ന് പറയണത് ഇത് ചെളിവെള്ളത്തിലാണ് മുട്ടയിട്ട് പ്രജനനം നടത്തുന്നത്. പിന്നെ ഇത് പാടത്തൊക്കെ ചില സമയത്ത് പണ്ടൊക്കെ ആൾക്കാരെന്ന് പറയണത് പാടത്തുനിന്നൊക്കെ ഇതിനെ പിടിച്ചിട്ട് വരുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയണത്. ഇവൻ്റെ കയ്യിലുള്ളത് അത്ര വലിപ്പമില്ല. എന്നാലും ഈ ബൗളിലൊക്കെ നോക്കിയാൽ കണ്ട അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഇത് പനക്കല്ലാത്തത് വലിയ ടാങ്കിലൊക്കെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ആക്റ്റീവാണ്. ഇവൻ്റെ അവിടെയൊക്കെ ഗപ്പി തിന്നണ തീറ്റ മോളിക്ക് വന്ന് ഇത് തിന്നാറുണ്ട്. പിന്നെന്ന് പറയണത് ഇത് ഒരു കാറ്റ് ഫിഷിൻ്റെ ഇനത്തിൽ പറഞ്ഞ ഒരു മീനാണ്. അത് കാരണം എന്നിട്ട് നിങ്ങൾക്ക് ഏത് മീനിൻ്റെ കൂടെ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ കുഞ്ഞു മീനുകളുടെ കൂടെ ഇടണ്ടാണ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ കുഞ്ഞു മീനുകളുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കാനൊക്കെ സാധ്യത ഉണ്ടാവും. വലിയ മീനുകൾ എന്ന് വെച്ചാൽ ഷാർക്ക്, ആഫ്രിക്കൻ മുഷി, പിന്നെ എന്നിട്ട് പറയാ അങ്ങനെ വരാല്, അതിൻ്റെ കൂടെ നിന്നിട്ട് വലിയ കുഴപ്പമില്ല. പിന്നെ എന്നിട്ട് പറയാ മലബാർ സ്നേക്ക് ഉണ്ട്, അതിൻ്റെ കൂടെ നിന്നിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എന്നിട്ട് മലബാർ സ്നേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പറയാ അതിനെ ചില സ്ഥലങ്ങളിൽ അതിനെ പുലിവാഹ എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെയൊക്കെ കൂടെ ഇടാൻ നല്ല സാധനമാണ് ഇത്. പിന്നെ ഇതിൻ്റെ ശരീരത്തിലത്തെ ഒരു വാലിൻ്റെ ഭാഗത്തൊരു മുള്ളൊടിഞ്ഞ് പോയതുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതത്ര ക്ലിയർ ആയിട്ട് കാണണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു കുത്ത് കണ്ട അത്ര ക്ലിയർ അല്ലെങ്കിലും ഇച്ചിരി കാണുന്നുണ്ട്. അതിൻ്റെ അതിൻ്റെ ചെകളയുടെ അല്ല, നമ്മുടെ വാലിൻ്റെ ഭാഗത്തിലത്തെ ഒരിത് കയ്യിലിങ്ങനെ കുത്തി. അത് കാരണം ഇങ്ങനെ ആയത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും ചെയ്യാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓളിൽ ഞെക്കി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.